സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ഏരിയ എന്നുള്ളത് ഡെസിമൽ ടു ബൈനറി അല്ലെങ്കിൽ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻസ് ആണ്. നമ്മൾ ഈ ICT ബേസ്ഡ് കമ്പ്യൂട്ടർ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് ചോദിക്കുന്ന ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം. എന്താണ് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഉള്ളത് ഒരു മോഡൽ ഇതാണ്. വാട്ട് ഈസ് ദ ബൈനറി ഇക്വാലന്റ് ഓഫ് ദ ഡെസിമൽ നമ്പർ 85.125 എന്നുള്ളത്. സോ ഈ ഒരു ഏരിയ ഇങ്ങനെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് ബൈനറി ഡെസിമൽ എന്ന് ചോദിക്കാം, ഡെസിമൽ വന്നിട്ട് ബൈനറി ചോദിക്കാം. ഇതല്ലാത്ത രണ്ട് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസും ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്തിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ എനിവേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയണമെങ്കിൽ എല്ലാവരും എന്താ പറയാ പേനയും പേപ്പറൊക്കെ എടുത്തിരിക്കണം കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് ചെയ്യാനുണ്ട് കാര്യങ്ങൾ, വെറുതെ കേൾക്കാനല്ല. സോ എന്താണ് നമുക്ക് അത് വർക്കൗട്ട് ചെയ്ത് അതിൽ ആൻസറിലേക്ക് എത്താനുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫൗണ്ടേഷണൽ നോളജ് നമുക്ക് ആവശ്യമാണ്. സോ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കമ്പ്യൂട്ടർ നമ്പർ സിസ്റ്റംസ് എന്നുള്ളത്. സോ ബേസിക്കലി കമ്പ്യൂട്ടർ നമ്പർ സിസ്റ്റം എന്നുള്ളത് 4 ടൈപ്സിലാണ് ഉള്ളത്. 4 ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ആണ് നമ്മൾ പറയാറുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്നുള്ളത്. സോ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആ ഒരു നമ്പറിൽ 2 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. 01 10 ആ ഒരു കോമ്പിനേഷനിലുള്ള ആ ഒരു 2 ഡിജിറ്റ് മാത്രമുള്ള ആ ഒരു സെറ്റാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിൽ 2 ഡിജിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, 0യും 1ഉം മാത്രമേ ഉണ്ടാവാറുള്ളൂ. സോ അതിന്റെ ബേസ് എന്നുള്ളത് എന്താണ്, 2 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ബേസ് എന്നുള്ളത് 2 ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ബൈനറി നമ്പർ സിസ്റ്റം. അതിൽ 2 ഡിജിറ്റ്സ് ആണുള്ളത്, 0 and 1, ആൻഡ് ദ ബേസ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം ഈസ് 2. ഇനി സെക്കൻഡ് നമ്പർ സിസ്റ്റം ആണ് കമ്പ്യൂട്ടറിന്റെ നമ്പർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ ടൈപ്പ് ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഒക്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് റിലേറ്റ് ചെയ്യാൻ പറ്റണം, 8 ആയിരിക്കും, 8 ഡിജിറ്റ്സ് ആയിരിക്കും അതിലുണ്ടാവുക. 0 മുതൽ 7 വരെയുള്ള 8 ഡിജിറ്റ്സ് ആണ് അതിലുള്ളത്. 0 1 2 3 4 5 6 7. ഓക്കെ, 0 മുതൽ 7 വരെയുള്ള 8 ഡിജിറ്റ്സ് ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടാവാറുള്ളത്. സോ അതിന്റെ ബേസ് എന്നുള്ളത് 8 ആണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 1 2 3 ബേസ് 8 ഈ ഒരു രീതിയിലാണ് ആ ഒരു നമ്പർ തരിക. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ബേസ് 8 എന്ന് കണ്ടാൽ അത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാകുന്നു. ഇനി മൂന്നാമത്താണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു ഡെസിമൽ നമ്പർ സിസ്റ്റം, അതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, 10 ഡിജിറ്റ്സ് ഉണ്ട്. 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റ്സ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടാവുക. സോ 0 1 2 3 4 5 6 7 8 9 ഇതാണ് 10 ഡിജിറ്റ്സ് എന്നുള്ളത്. സോ അതിന്റെ ബേസ് എന്നുള്ളത് 10 ആയിരിക്കും. സോ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, ഏതെങ്കിലും രീതിയിൽ ചോദിച്ചാൽ അതിന്റെ ബേസ് 10 ആണെങ്കിൽ അത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്കുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. നാലാമത്തെ നമ്പർ സിസ്റ്റം ആണ് കമ്പ്യൂട്ടറിന്റെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്നുള്ളത്. സോ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 16 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റ്സ്. ഓക്കെ, 0 1 2 3 4 5 6 7 8 9 10 ആയില്ലേ. പിന്നുള്ളത് 10 11 12 13 14 15 ആണ്. സോ ഇത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഒരു ക്യാപിറ്റൽ ആൽഫബറ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഇതിലെ ഓരോ ടേംസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. അതിൽ A എന്നുള്ള ലെറ്റർ ആണ് 10നെ സൂചിപ്പിക്കുന്നത്. ഇത് ഓർക്കണം കേട്ടോ, ഇത് ഡയറക്റ്റ് എനിക്ക് ചോദിച്ചിട്ടുണ്ട് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ എയും പിന്നെ സിയും ആഡ് ചെയ്താൽ ഏത് കിട്ടും എന്നൊക്കെ. ബേസിക്കലി 10ഉം 13ഉം ആഡ് ചെയ്ത് ഒരു കാൽക്കുലേഷൻ ചെയ്താൽ ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. സോ ഇതെന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. എ എന്നുള്ളതാണ് 10, ബി ആണ് 11, സി ആണ് 12, ഡി ആണ് 13, ഇ 14 ആൻഡ് എഫ് 15. ഇതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 16 നമ്പേഴ്സ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? 4 നമ്പർ സിസ്റ്റംസ് നമ്മൾ എന്ത് പറഞ്ഞു, ബൈനറി നമ്പർ സിസ്റ്റം 2 ഡിജിറ്റ്സ് 0 1 എന്നുള്ളത് അതിന്റെ ബേസ് 2. പിന്നെ പറഞ്ഞാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം, അത് എന്നുള്ളത് 8 ഡിജിറ്റ്സ് ആണ്. 0 മുതൽ 7 വരെ ഉള്ളത് അതിന്റെ ബേസ് 8 ആണ്. പിന്നെ പറഞ്ഞാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം 0 to 9 വരെയുള്ള 10 ഡിജിറ്റ്സ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉള്ളത്. ആൻഡ് അതിന്റെ ബേസ് എന്നുള്ളത് 10 ആണ്. കമ്മിങ് ടു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, 16 ഡിജിറ്റ്സ് ആണ് അതിലുള്ളത്. 0 മുതൽ 9 വരെയുള്ള 10, പിന്നെ 10 11 12 13 14 15 അതിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയ A B C D E F ഇത് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. സോ ഇതുവരെ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ആ ബേസ്
ഓക്കെ അല്ലേ? സോ നമ്മളോട് ചോദിക്കുക ബൈനറി ഇക്വാലന്റ് ഓഫ് 35. നമുക്ക് സിമ്പിൾ നിന്ന് കോംപ്ലിക്കേറ്റഡിലേക്ക് പോകാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കോംപ്ലിക്കേറ്റ് ആയിട്ട് പോകാം. ഒന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. എനിവേ നമ്മൾ എന്ത് ചെയ്യണം? 35ന്റെ ബൈനറി ഇക്വാലന്റ് ആണ് വിളിക്കുന്നത്. സോ ബൈനറി നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിന് 0 1 1 0 ആ ഒരു ടേമിൽ ഡിനോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം അതിന് ചെയ്യേണ്ടത് 35 എന്ന് എഴുതുക. ഇതിനെ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യും. എത്രത്തോളം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം 2 വെച്ച് നമ്മൾ ഇങ്ങനെ അതിനെ ഷോർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തെ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർഷൻ ചെയ്യാനുള്ള മെത്തേഡ്. സോ നമ്മൾ ചെയ്യുന്നത് നോക്കാം. 35നെ നമ്മൾ ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 17.5. ഓക്കെ, നമുക്ക് എന്ത് വേണ്ട? പോയിന്റ് വേണ്ട, പെർഫെക്റ്റ് മാത്രമേ വേണ്ടൂ കേട്ടോ. പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം? ഡിവിഷനിൽ എടുക്കണം. സോ 17 കിട്ടും, ഒരു എന്ത് കിട്ടും? ശിഷ്ടം റിമൈനിങ് കിട്ടും 1. ക്ലിയർ അല്ലേ? എന്നും ഇതിനെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. എത്ര കിട്ടും നമുക്ക്? 8 കിട്ടും, ശിഷ്ടം 1 കിട്ടും. അഗൈൻ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുന്നു, 4 കിട്ടും, ശിഷ്ടം എന്ത് വരും? 0 വരും. അഗൈൻ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം, നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും, ശിഷ്ടം 0 കിട്ടും. അഗൈൻ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുന്നു, 1 വരുന്ന ആൻസർ, ഇവിടെ സിസ്റ്റം 0 വരും. സോ ഇത്രത്തോളം നിങ്ങൾക്ക് ചെയ്യേണ്ട മനസ്സിലായില്ലേ? ഇത് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്ന് അപ്വേർഡ് ആയിട്ടാണ് ഈ സാധനത്തെ എടുക്കേണ്ടത്. ഇവിടെ നിങ്ങട്ടല്ല എഴുതരുത്, മേലോട്ട് എഴുതണം. ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആൻസറും പിന്നെ അതിനോട് മേലേക്ക് വരിക. 1 0 0 1 1. ഇതായിരിക്കും 35 എന്നുള്ള ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഇക്വാലന്റ് എന്നുള്ളത്. ക്ലിയർ ആണോ? ആ മെത്തേഡ് ഓഫ് കൺവേർഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2 വെച്ച് അതിനെ ഫാക്ടറൈസ് ചെയ്യുക, ശിഷ്ടം ഈ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ എഴുതി പോവുക. സോ എന്നിട്ട് ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു ആൻസർ പിന്നീട് നമുക്ക് കിട്ടുന്ന ആ ശിഷ്ടമൊക്കെ മേലോട്ടേക്ക് എഴുതുക. അതാണ് 35ന്റെ ബൈനറി ഇക്വാലന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് പേടിക്കേണ്ട, നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിക്കോളും. എനിവേ ഈ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യേണ്ടതുള്ള രീതി മനസ്സിലായില്ലേ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, റെസ്പോണ്ട് കേട്ടോ. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. സോ അതിന്റെ ആൻസർ എന്ത് വരും? 1 0 0 1 1 എന്നുള്ള ഒരു ബൈനറി ഫോം ആയിരിക്കും 35 എന്നുള്ള ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഇക്വാലന്റ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ വിൽ ഗീവ് യു 2 minutes or 3 minutes. നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഫൈൻഡ് ദ ബൈനറി ഇക്വാലന്റ് ഓഫ് 17. സോ 17 എടുത്ത് എഴുതുക, 2 വെച്ച് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. എവരിബഡി പ്ലീസ് ട്രൈ. തെറ്റിയാണെന്ന് യാതൊരു കുഴപ്പമില്ല. ശ്രമിക്കുന്നില്ലേ? വെയിറ്റ് ചെയ്യുന്നത് വെറുതെ അല്ലല്ലോ. Mm. 1 0 0 0. Very good. We have got it right. Congrats. നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. കിട്ടാത്തവർ ഡോൺ വറി, ഇനിയും അവസരങ്ങളുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 17 എടുത്ത് എഴുതുക, 2 വെച്ച് അതിനെ ഫാക്ടറൈസ് ചെയ്തുക. 17 2 വെക്കുമ്പോൾ 8 വരും, ശിഷ്ടം 1 വരും. പിന്നെ എന്നും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ 4 വരും, ശിഷ്ടം 0 വരും. ഇനി 4നെ വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 2 വരും, ശിഷ്ടം 0 വരും. ഇന്നും 2 വെച്ച് ചെയ്യുമ്പോൾ 1 വരും, ശിഷ്ടം
0 വരും. So 1 0 0 0 1 is the binary equivalent of 17. Clear ആണോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് എല്ലാവരും ചെയ്യട്ടോ. സിമ്പിളാണ്. ഇതൊക്കെ കിട്ടിയ സന്തോഷിക്കുക. എക്സാം പേപ്പറിൽ കണ്ട 2 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. So find the binary equivalent of 128. Everybody, please do. ട്രൈ ചെയ്യുന്നുണ്ടോ? ഓക്കെ, കുറച്ചുകൂടി ടൈം വരും. ഓക്കെ, ഓക്കെ, എക്സാക്ട്ലി കറക്റ്റ് ആൻസർ. സോ ഇതെങ്ങനെ ചെയ്യാം? 128 എടുക്കാം, 2 കൊണ്ട് ഡിവിഷൻ ചെയ്യാം. എടോ സിമ്പിൾ അല്ലേ? 2 കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പകുതി പകുതി കണ്ടുപോയാൽ മതി മൈൻഡിൽ. 64 എടുക്കുക. സോ ഇതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി റിമൈനിങ് എന്നുള്ളത് 0 ആയിരിക്കും. സോ 64നെ പിന്നെ നമ്മൾ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നു. അത് കിട്ടും നമുക്ക് 32 കിട്ടും. ഓക്കെ, രവിന്റെ ആൻസറും കറക്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. സോ 64 പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 32നെ അഗൈൻ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? 128 നമ്മൾ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുന്നു. 64 നമുക്ക് വന്നു, 0 നമ്മൾ റിമൈനിങ് വന്നു. അഗൈൻ നമ്മൾ 64നെ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുന്നു. 32 വന്നു, 0 നമ്മുടെ റിമൈനിങ് വന്നു. സോ 32നെ നമ്മൾ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുന്നു. 16 ലഭിക്കുന്നു, 0 ആയിരിക്കും അതിന്റെ റിമൈനിങ്സ് എന്നുള്ളത്. പിന്നെ 16നെ അഗൈൻ 2 വെച്ച് നമ്മൾ ചെയ്യുന്നു. 8 കിട്ടും, 0 ശിഷ്ടം വരും. 8നെ പിന്നെയും 2 വെച്ച് ചെയ്യും. 4 കിട്ടുന്നു, ശിഷ്ടം എന്നുള്ളത് 0 വരുന്നു. സോ 4നെ പിന്നെയും 2 വെച്ച് ചെയ്യുന്നു. 2 ലഭിക്കുന്നു, ശിഷ്ടം എന്നുള്ളത് 0 വരുന്നു. സോ 2നെ അഗൈൻ നമ്മൾ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുന്നു. 1 ലഭിക്കുന്നു, ശിഷ്ടം എന്നുള്ളത് അവിടെ എന്ത് വരുന്നു? 0 വരുന്നു. സോ 1ന് ശേഷം 1 2 3 4 5 6 7 0 ഇതായിരിക്കണം 128ന്റെ ബൈനറി ഇക്വാലന്റ് എന്നുള്ളത്. 1 2 4 6 7 ഇതാണ് എന്ത്? ബൈനറി ഫോം ഓഫ് 128. ക്ലിയർ ആണോ? ഓക്കെ, ആരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? എവരിബഡി പ്ലീസ് ട്രൈ. സോ അതുകൊണ്ട് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡെസിമൽ ടു ബൈനറി കൺവേർഷന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആർക്കെങ്കിലും ഉണ്ടോ ക്ലിയർ ആവാത്തത്? ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ഒന്നുകൂടി പറയണം എന്നൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കാണ്, ബൈനറി ടു ഡെസിമൽ എന്നുള്ളത്. അതാണ് ചോദിക്കുന്നത്. ഫസ്റ്റത്തെ ഏരിയ മനസ്സിലാവാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. എല്ലാവർക്കും ചെയ്തിട്ട് കിട്ടുന്നില്ലേ? ട്രൈ ചെയ്യുന്നില്ല എല്ലാവരും? Please respond. ഓക്കെ, നമ്മൾ കാണാനുള്ളതാണ്
തന്നിരിക്കുന്നത് ഒരു ബൈനറി നമ്പർ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. 1001 എന്നൊക്കെ വരുന്ന ആ 01 കോമ്പിനേഷൻ 2 ഡിജിറ്റ്സ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ബൈനറി നമ്പർ ആണ്. സോ ഇതിന്റെ ഡെസിമൽ ഇക്വാലന്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ റിവൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന നമ്പർ അങ്ങനെ തന്നെ നമ്മൾ എഴുതുക. 10 കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതുന്നു കേട്ടോ. 1011. സോ ഇതിന്റെ ഈ സൈഡ് അഥവാ റൈറ്റ് സൈഡ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നമ്പറിന്റെ താഴെ 2⁻0 മുതൽ മേലോട്ടേക്ക് പവർ കൂടി കൂടി വരുന്ന രീതിയിൽ എഴുതുക. 2⁻0 എഴുതുക. പിന്നെ ഇതിന്റെ നേരെ താഴെ 2⁻1 എഴുതുക. ഇത് 2⁻2 അഥവാ 2² വരും. ഇത് 2³ വരും. ഇത് 2⁻4 വരും. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. സോ ഓരോ ബൈനറി നമ്പറിന്റെ റൈറ്റ് സൈഡ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2ന് ഓരോ പവർ കൊടുത്തോണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. 2⁻0 തൊട്ടാണ് തുടങ്ങേണ്ടത്, 2⁻1 അല്ല. 2⁻0 എഴുതുക, 2⁻1 എഴുതുക, 2⁻2, 2⁻3, 2⁻4. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ 0ന്റെ താഴെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. 0 ഇത് 0 ആണ്, ഇതും 0 ആണ്. ഇതിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. സോ ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമ്മൾ എടുക്കാം. 2⁻0ന്റെ വാല്യൂ എത്രയാ? 2⁻0 1. ഏത് നമ്പറും അതിന്റെ പവർ 0 ആണെങ്കിൽ 1 ആണ്. ഓക്കെ, 2⁻1 ഈസ് ഈക്വൽ ടു 2. സോ ഇത് നമ്മൾ രണ്ടും നമുക്ക് എന്ത് ചെയ്യണ്ട? കൺസിഡർ ചെയ്യണം. കാരണം നമ്മളത് 0 വെച്ചിട്ട് എടുത്ത നമ്പർ ആണ്. 0 വെച്ചെടുത്ത നമ്പറിന്റെ വാല്യൂ എടുക്കണ്ട. പിന്നുള്ളതാണ് 2⁻4 എന്നുള്ളത്. 2⁻4 എത്രയാ? 16 അല്ലേ? അതറിയാം നിങ്ങൾക്ക്. 2⁻1 ഈക്വൽ ടു 2. 2² 4. 2³ 18. 2⁻4 2³ 8. 2⁻4 16. 2⁻5 32. 2⁻6 64. ആ രീതിയിലാണ് 2ന്റെ പവേഴ്സ് വരിക. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് കിട്ടി? 2⁻4 16 ആണെന്ന് കിട്ടി. 2⁻1 2 ആണെന്ന് കിട്ടി. 2⁻0 1 ആണെന്ന് കിട്ടി. സോ ഇതിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. 16 + 2 + 1 എത്ര കിട്ടും? 19 കിട്ടും. സോ 19 ആണ് എന്തുള്ളത്? 19 ഡെസിമൽ ആയ 10 ആണ് ഈ ഒരു ബൈനറിന്റെ ഇക്വാലന്റ് എന്നുള്ളത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് എഴുതുക. 1001 എന്നുള്ളത്. സോ ഇവിടെ തൊട്ടിട്ട് റൈറ്റ് സൈഡ് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 അതിന് മേളിൽ ഓരോ പവർ വരുന്ന രീതിയിൽ എഴുതി പോവുക. 2⁻4 വരെ നമ്മൾ എഴുതി. സോ ഈ 2⁻4 വരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് 0യെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട ഏരിയ ആണ്. ബാക്കിയുള്ളതിന്റെ വാല്യൂ നമ്മൾ എടുക്കുക. 1 2 and 2⁻4 is 16. So 16 + 2 + 1 അഥവാ 19 ആയിരിക്കും ഈ ഒരു നമ്പറിന്റെ ഡെസിമൽ ഇക്വാലന്റ് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും നിങ്ങൾക്ക് പറയാം. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ PYQ കേട്ടോ. PYQന്റെ കമ്പാരിസൺ കോപ്പി പേസ്റ്റ് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. എളുപ്പമാണ്. കുറെ 0 ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് പെട്ടെന്ന് പോവാം. ഫൈൻഡ് ദ ഡെസിമൽ ഇക്വാലന്റ് ഓഫ് 101 പിന്നെ ഒരു 50. I will give you 2 minutes. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, വെറുതെ ഇരിക്കരുതാരും.
ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? 0 വരുന്ന എല്ലാ വാല്യൂ നമുക്ക് എലിമിനേറ്റ് ചെയ്യും. ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി. എന്ത് ചെയ്യണം? 2⁵ എന്നുള്ളൊരു വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ട്. 2⁵ എത്രയാ? 2⁵ is equal to 32 അല്ലേ? 2⁶ പോയി. 2⁷ is equal to 160 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 2⁷ is equal to 128. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 128 plus 32 ആണ് ആൻസർ. 8 plus 2 is equal to 10. And 2, 3, 5, 6, 160 എന്ന് കിട്ടും. ഇതാണ് ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പർ ആയിരുന്നു. ഈ ബൈനറി നമ്പറിന്റെ ഡെസിമൽ ഇക്വാലന്റ് എന്ന് പറയുന്നത് 160 ആണ്. 160/10. ഓക്കെ ഓക്കെ, അഭിനവ് ആൻഡ് രവി ക്ലിയർ ആണോ? ഡെസിമൽ ഇക്വാലന്റ് കാണാൻ ബൈനറി നമ്പറിന്റെ. ഇഷ്ടമായ ആൻസർ പറയുന്നില്ലല്ലോ. ചെയ്തിട്ട് ആൻസർ പറയാം കേട്ടോ. ഓക്കെ, then do this. Find the decimal equivalent of 1110110. ആർക്കെങ്കിലും കിട്ടിയോ ആൻസർ? Somebody. ഓക്കെ, സോ ബാക്കിയുള്ളവർ ട്രൈ ചെയ്തിട്ട് കിട്ടാനിട്ടാണോ അല്ല മനസ്സിലാവാനിട്ടാണോ? ചെയ്യേണ്ട രീതി മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഡോണ്ട് വറി, ടേക്ക് ടൈം ആൻഡ് എന്താ പറയുക, നിങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്താൽ മതി സ്പീഡൊക്കെ. കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് മീ എക്സ്പ്ലെയിൻ വൺ മോർ. ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടത് പറയാം. നമ്മൾ ആ തന്നിരിക്കുന്ന നമ്പറിനെ അതേ ഓർഡറിൽ എഴുതുക. സോ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് എഴുതി തുടങ്ങുക. 2⁵0, 2⁵1, 2⁵2, 2⁵3, 2⁵4, 2⁵5, 2⁵6, 2⁵7 ആയി തുടങ്ങും. ഓക്കെ, 234 എന്നാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത്. സോ നമുക്ക് ഇതെന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്യാം. 2⁵1 is equal to 2. ഇത് എലിമിനേറ്റ് ചെയ്യുന്നു. 2³ is equal to 8. എലിമിനേറ്റ് ചെയ്യുന്നു. 2⁵5 is equal to 32. 2⁵6 is equal to 64. And 2⁵7 is equal to 128. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ആഡ് ചെയ്യാന്നുള്ളതാണ്. 128 plus 64 plus 32 plus 8 plus 2 എന്ത് വരും? 10 വരും. ആൻഡ് അഗെയിൻ 10 വരും. 4 24 അല്ലേ? 10 3 സിസ്റ്റം 1 234 നമുക്ക് ആൻസർ കിട്ടും.
ഓക്കെ, പറഞ്ഞവരൊക്കെ കറക്റ്റ് ആണ് ആൻസർ. കൺഗ്രാറ്റ്സ്, യു ഗോട്ട് ഇറ്റ് റൈറ്റ്. 234 ആണ് ഇതിന്റെ ബൈനറി ഇക്വാലന്റ് എന്നുള്ളത്. സോ ഈ ഒരു നമ്പറിന്റെ ഈ തന്നിരിക്കുന്ന ബൈനറി ഇക്വാലന്റ് ഡെസിമൽ ഇക്വാലന്റ് ആണ് 234/10. ഓക്കെ, ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണ്, ഭയങ്കര ഈസിയാണ്. നമ്മളൊന്ന് കോംപ്ലിക്കേറ്റ് ആക്കാൻ വേണ്ടി ആ രീതി കൊടുത്തതേ ഉള്ളൂ. സോ ഈ 2 എന്നുള്ളത് ബേസ് ആണ് കേട്ടോ, ബേസിലുള്ള 2 ആണ്. ഇവിടെയാണ് ഈ 2 വരുന്നത്. അത് ബൈനറി ആണെന്ന് കാണിക്കാനുള്ളതാണ് അത്. കൺസിഡർ ദ ഇക്വേഷൻ L plus M is equal to N. സോ L plus M is equal to N എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ എല്ലിന്റെ വാല്യൂ നമ്മൾ തന്നിട്ടുണ്ട്. എല്ലിന്റെ ബൈനറി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിന്റെയും ബൈനറി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ ചോദ്യം ചോദിച്ചത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് M ആസ് റെപ്രസെന്റഡ് ഇൻ ഡെസിമൽ ഫോർമാറ്റ്? സോ ഇത് എന്താണ്, ഇക്വേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് എമ്മിന്റെ വാല്യൂ ഇക്വേഷൻ എടുത്തുകൊണ്ട് നമ്മൾ എമ്മിന്റെ ഡെസിമൽ വാല്യൂ കാണാനാണ് വേണ്ടത്. സോ ബേസിക്കലി ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. Anyway, you guys can try. I will give you 2 minutes. എങ്ങനെ ചെയ്യാം? എല്ലിന്റെ ബൈനറി വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് എല്ലിന്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിന്റെ ബൈനറി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ നടത്തിയിട്ട് എന്നിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ അത് വെച്ച് ഇക്വേഷനിൽ പോയാൽ നമുക്ക് എന്താണ് എമ്മിന്റെ ഡെസിമൽ വാല്യൂ എന്നുള്ളത് കിട്ടും. ഈസിയാണ്. എവരിബഡി പ്ലീസ് ട്രൈ. സോ നമ്മൾ എന്ത് ചെയ്യാം, കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചേക്കട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതൊന്നും എന്താ പറയാ, സിമ്പിൾ ആണ്. 2⁻0 വരും, 2⁻1 വരും. നമ്മൾ 2⁻2, 2 ക്യൂബ്, 2⁻4 ആൻഡ് 2⁻5 വരും. ഓക്കെ, ഇത്ര നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. 2⁻0 is equal to 1, 2⁻1 is equal to 2 and 2⁻5 is equal to 32. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എല്ലിന്റെ വാല്യൂ 35 ആണെന്ന് കിട്ടും. കിട്ടിയല്ലോ? അതുവരെ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ആൻഡ് കമ്മിങ് ടു N, നമുക്ക് എങ്ങനെയാണ് N ചെയ്യാൻ നോക്കാം. കിട്ടിയല്ലേ? ഇനി ബാക്കി കൂടി ചെയ്ത് നോക്കാം. ഈ 0ന്റെ നമ്മൾ എന്ത് എടുക്കണം? 2⁻0, 2⁻1, 2 square, 2 cube, 2⁻4 and 2⁻5. അതിൽ 0ന്റെ താഴെ വരുന്ന എല്ലാതും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ 2 ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്യാം. 2 ക്യൂബ് is equal to 8. 2⁻5 നമുക്ക് അവോയ്ഡ് ചെയ്യാം. 2⁻4 നമുക്ക് അവോയ്ഡ് ചെയ്യാം. 2⁻5 is equal to 32. And 32 plus 8 is equal to 40. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്നിന്റെ വാല്യൂ 40 എന്നുള്ളത്. സോ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ? എന്താണ്? L is equal to 35 plus M is equal to 40 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ വാല്യൂ കാണാൻ ഒരു പണിയുണ്ടോ? 35നോട് 5 കൂട്ടിയാലാണ് 40 കിട്ടുക. സോ എമ്മിന്റെ വാല്യൂ is equal to 5. വാല്യൂ ഓഫ് M is equal to 5. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണോ? ഒരു പ്രശ്നവും ഇല്ല. നമ്മളൊന്നും അതൊന്ന് ആ ഒരു കൺസെപ്റ്റ് വൃത്തിയിൽ ചെയ്യാൻ പഠിച്ചാൽ മതി. Okay, correct answer is equal to 5. I hope it is clear. Ayana, find the binary equivalent of 85.125. Idum NT and a previous year question on top. Point on the decimal. 85.125.
സോ 85ന്റെ വാല്യൂ നമുക്ക് നേരത്തെ പോലെ തന്നെ കാണാം. അതെല്ലാവരും കാണും. 85ന്റെ ബൈനറി ഇക്വാലന്റ് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ? ആ ഒരു രീതിയിൽ കാണാം. ഇരുപതിൽ നിങ്ങൾക്ക് കിട്ടിയോ? 85നെ നിങ്ങൾ ബൈനറി ഇക്വാലന്റ് എടുത്തോ? 85ന്റെ 85ന്റെ ബൈനറി ഇക്വാലന്റ് എന്ത് വരും? 1 0 1 0 1 0 1. ദിസ് ഈസ് ദ ബൈനറി ഇക്വാലന്റ് ഓഫ് 85 എന്നുള്ളത്. സോ ഇത്ര വരെ നമുക്ക് കിട്ടി. നമുക്ക് എന്താണ് കാണുന്നത്? ഇനി 0.125ന്റെ ബൈനറി ഇക്വാലന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഒരു പോയിന്റ് ശേഷം ഒരു നമ്പർ തന്ന് അതിന്റെ ഡെസിമൽ ബൈനറി ഇക്വാലന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ പോയിന്റിന് ശേഷം 0 വരുന്നത് വരെ അതിനെ 2 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ് അതിനുള്ള മെത്തേഡ്. സോ ഞാൻ ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പോയിന്റ് കഴിഞ്ഞ് 0 വരുന്നത് വരെ അതിന് 2 കൊണ്ട് ഗുണിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ 0.125 ആണ് ഉള്ളത്. അത് നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 0.250 വരും. ഓക്കെ, 0.250 വരും. നമ്മൾ എന്ത് ചെയ്യണം? 0.250നെ പിന്നെയും 2 കൊണ്ട് ഗുണിക്കും. എന്തൊപ്പം കിട്ടും? 0.5 കിട്ടും. 0.5. ഇനി 0.5നെ സോറി 0.5 അഗെയിൻ 2 കൊണ്ട് ഗുണിക്കും. നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടിയല്ലോ. സോ അവിടെ വെച്ച് നമ്മൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അവിടെ നിർത്തുക. ഇനി ഈ കാണുന്ന വാല്യൂ ഉണ്ടല്ലോ, പോയിന്റിന് മുന്നേ ഉള്ള വാല്യൂ, അത് നമ്മൾ ഇങ്ങനെ പിക്ക് ചെയ്യുക. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന നമ്പറിന്റെ അവിടെ ഒരു പോയിന്റ് കൊടുക്കുക. അത് താഴോട്ടേക്കുള്ള ഓർഡറിൽ എഴുതുക 0 0 1. ഇതാണ് 85.125 എന്നുള്ള ഒരു ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഇക്വാലന്റ് എന്നുള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ? ആദ്യം നമ്മൾ സദാ നേരത്തെ കണ്ടതുപോലെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് 85ന്റെ ബൈനറി ഇക്വാലന്റ് നമ്മൾ കാണുക. പിന്നീട് നമ്മൾ പോയിന്റിന് ശേഷമുള്ള നമ്പറിനെ കൺസിഡർ ചെയ്യുക. പോയിന്റിന് ശേഷം 2 0 1 വരുന്നത് വരെ. ഓക്കെ, പോയിന്റിന് ശേഷം 0, പോയിന്റിന് മുന്നിൽ ഒരു സംഖ്യ, അത് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാനുള്ളത്. സോ അത് ചെയ്ത് വെച്ചിട്ട് പിന്നീട് പോയിന്റിന് മുന്നേ ഉള്ള വാല്യൂസിനെ നമ്മുടെ മെയിൻ നമ്പറിലെ പോയിന്റിന് ശേഷം അതുപോലെ എഴുതി വെച്ചാൽ അതിന്റെ ആൻസർ ആയി. ഓക്കെ, ക്ലിയർ ആണോ? പ്ലീസ് റെസ്പോണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? സോ hope it is clear. ആൻസർ ഈ ഒരു രീതിയിൽ വരും. ഇനി ഇതിന്റെ നേരെ റിവേഴ്സ്. പോയിന്റ് ആയിട്ടുള്ള ഒരു ബൈനറി നമ്പറിനെ എങ്ങനെ അതിന്റെ എന്ത് കാണാൻ പറ്റും? ഡെസിമൽ ഇക്വാലന്റ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതായിരിക്കണം ചോദ്യം. സോ ഡെസിമൽ വാല്യൂ ഓഫ് 101011.001. സോ നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ എടുത്തതുപോലെ തന്നെ മെയിൻ സംഖ്യ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാം. 10101101. സോ ഇവിടെ എന്ത് വരും? 2 raised to 0, 2 raised to 1, 2 square, 2 cube, 2 raised to 4, 2 raised to 5, and 2 raised to 6 വരും. ഓക്കെ, 2 raised to 1 is equal to 1, 0 അതുകൊണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 2 square is equal to 4, 0 നമ്മൾ എലിമിനേറ്റ് ചെയ്തു. 2 raised to 4 is equal to 32, 2 cubic is equal to 18. 2 raised to 4 is equal to 16, and 2 raised to 5 നമ്മൾ എലിമിനേറ്റ് ചെയ്തു. 2 raised to 6 is equal to 64.
ഇത്ര വരെ നിങ്ങൾക്ക് കിട്ടിയോ? സോ ഇത് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ നേരത്തെ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ 85 എന്നുള്ളതായിരിക്കും അതിന്റെ ആൻസർ വരും. 64 പ്ലസ് 16 പ്ലസ് 4 പ്ലസ് 1 എന്ത് വരും? 4 6 10 15 ശിഷ്ടം 1 വരും. 7 8 85 എന്നുള്ള ഒരു വാല്യൂ കിട്ടിയില്ലേ? സോ ഈ 85നെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യും. ഇനി പോയിന്റിന് ശേഷം ഉള്ളത് എടുക്കുക. 0 0 1. ഓക്കെ, സോ പോയിന്റിന് ശേഷം ഉള്ളത് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 raised to minus 1 ആ ഓർഡറിൽ തന്നെയാണ് എഴുതുന്നത്. 2 raised to minus 2, 2 raised to minus 3. ഓക്കെ, സോ 2 raised to minus 1 നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എനിബഡി? 2 raised to minus 1 is equal to 1 by 2 raised to 1. ഈ ഒരു കൺവേർഷൻ നമുക്കറിയില്ലേ? 2 raised to minus 2 is equal to 1 by 2 square and 2 raised to minus 3 is equal to 1 by 2 cube. ഇതൊക്കെ സീറോയെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ നമുക്ക് ബാക്കിയുള്ളത് 1 by 2 ക്യൂബ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 8 എന്നുള്ളതാണ്. സോ 1 by 8 എന്നുള്ള ആ ഒരു ഫ്രാക്ഷനെ നമുക്ക് വാല്യൂ എടുത്താൽ എന്താണ് കിട്ടുക? 1 by 4 എത്രയാ? 1 by 4 1 by 4 വാല്യൂ നമ്മൾ ഡെസിമലേക്ക് എടുക്കുകയാണെങ്കിൽ 1 by 4 എന്നുള്ള ഫ്രാക്ഷന്റെ വാല്യൂ എന്താ വരിക? വൺ ബൈ ടൂന്റെ ഡെസിമൽ വാല്യൂ എന്താ? ഹാഫ്. എന്താ എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? വൺ ബൈ ടു ഈസ് ഈക്വൽ ടു 0.5. 1 by 4 is equal to 0.250 ആയിരിക്കും. കാലിനല്ല നമ്മൾ എന്താ പറയാ? 1 by 4 എന്ന് പറയാം. സോ 1 by 8 എന്നുള്ളത് അതിന്റെയും പകുതി. അപ്പൊ 0.125 അത് പറയാനാണ് 1 by 4ഉം 1 by 2 ഒക്കെ ചോദിച്ചത്. സോ എന്ത് ചെയ്തു? 1 by 8ന്റെ വാല്യൂ നമുക്ക് കിട്ടി 0.125 എന്നുള്ളത്. സോ 85ന് ശേഷം 0.125 എന്നുള്ള ഈ ഒരു വാല്യൂ ഇട്ടാൽ നമ്മൾ പോയിന്റ് ആയി തന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡെസിമൽ, ഈ ഒരു ബൈനറി നമ്പറിന്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ആ ഒരു ബൈനറി നമ്പറിന്റെ ഡെസിമൽ ഇക്വാലന്റ് എന്നുള്ളത് 85.125 ആണെന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, so binary equivalent of this number is equal to 85.125 by 10. I hope it is clear. Repeat ചെയ്യണോ? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ആ പോയിന്റിന് മുന്നേ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ അതിന്റെ ഡെസിമൽ വാല്യൂ നമ്മൾ കാണുക. സോ പോയിന്റിന് ശേഷം പിന്നീട് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്, അതുവരെ നമ്മൾ 2 raised to 0, 2 raised to 1 ഇങ്ങനെയല്ലേ പ്ലേസ് ചെയ്തുകൊണ്ടിരുന്നത്. 2 raised to minus 1 തൊട്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അങ്ങോട്ട് നമ്മൾ എഴുതുക. സോ നമുക്ക് 0ന്റെ അണ്ടറിൽ വരുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ അവിടെ 1 മാത്രമേ ബാക്കിയാവുന്നുള്ളൂ. സോ നമ്മളൊരു എന്താണ് ഒരു റൂളാണ് മാത്തമാറ്റിക്സിൽ. എന്താണ്? ഏതൊരു ഫ്രാക്ഷൻ അതിന്റെ നേരെ മൈനസ് പവർ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഫ്രാക്ഷൻ ആയിട്ട് എടുക്കാം. 1 by 2 ക്യൂബ് എന്നുള്ള രീതിയിലാണ് അത് മാറുക. 2 raised to minus 3 is equal to 1 by 2 ക്യൂബ് എന്നുള്ളത്. സോ 2 ക്യൂബ് is equal to 8. സോ 1 by 2 ക്യൂബ് is equal to 1 by 8 എന്നുള്ളത്. സോ നമുക്കിത് ഡെസിമൽ വാല്യൂന് റെപ്രസെന്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ എന്നുള്ള ആ ഒരു വാല്യൂലേക്ക് തന്നെ കൺവേഴ്സ് ചെയ്യണം ഫ്രാക്ഷന്. സോ 1 by 8 എന്നുള്ളത് 0.125ന് ഇക്വലന്റ് ആയിരിക്കും. നമുക്കത് 1 by 2 0.5 ആണ്, 1 by 4 0.250 ആണ്, 1 by 8 0.125 ആണെന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. സോ അതിന്റെ ആൻസർ വരിക 85.125 എന്നുള്ള ആൻസർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണോ? പ്ലീസ് റെസ്പോണ്ട്. ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. ഇത് ഡിഫറെന്റ് രീതിയിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. എനിക്ക് ഇതിന്റെ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജൂലൈ 2023 ആ ഒരു സെഷനിൽ ചോദിച്ചിട്ടുണ്ടായ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ 2 ബൈനറി നമ്പേഴ്സ് P is equal to 10110001 and Q is equal to 01001110. സോ നമുക്ക് തന്നിരിക്കുന്ന P, Q എന്നുള്ളത് 2 ബൈനറി നമ്പേഴ്സ് ആണെന്ന് മനസ്സിലായി. ആ 2 ബൈനറി നമ്പേഴ്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മളോട് ചോദിക്കുന്നത് x equal to
എക്സ് എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. സോ എക്സ് എന്നുള്ളത് പി ഓർ ക്യൂ ആണ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു പി ആൻഡ് ക്യൂ ആണ്. ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി എന്നുള്ളത്. സോ 4 ഓപ്ഷൻസും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഭയങ്കര സംഭവമാണെങ്കിലും എന്താണ്, ഒരു ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ ആർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി ഓർ ക്യൂ എന്നുള്ളത്, പി ഓർ ക്യൂ റെപ്രസെന്റ്സ് പി പ്ലസ് ക്യൂ. ഓക്കെ, പി ഓർ ക്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പി പ്ലസ് ക്യൂ എന്നുള്ളതാണ്. ആൻഡ് പിന്നെ എന്താണ് പി ആൻഡ് ക്യൂ represents P into Q അഥവാ P multiply with Q. ഓക്കെ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ബൈനറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം, അതിനെ ഡെസിമലിലേക്കൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. സോ ചെയ്യേണ്ടത് വേറെ ഏതോ ഒരു രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കണം. സോ P or Q is equal to P plus Q and P and Q എന്ന് പറയുന്നത് P into Q ആണ്. അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഈ ഒരു P or Q അഥവാ P plus Q നമുക്ക് അതിനെ പ്ലസ് ചെയ്ത് നോക്കാം. P എന്നുള്ളതിന്റെ വാല്യൂ 1 0 1 1 0 0 0 1 പ്ലസ് ക്യൂവിന്റെ വാല്യൂ എന്താ 0 1 0 0 1 1 1 0. ഓക്കെ, ഇനി പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റൂൾ എന്നുള്ളത് സെയിം ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അഥവാ 0 പ്ലസ് 0 0 വരും ആൻഡ് 1 പ്ലസ് 1 0 വരും. ഓക്കെ, രണ്ട് ഒരേ ബൈനറി നമ്പറിലുള്ള രണ്ട് ഒരേ സാധനം നമ്മൾ അഡീഷൻ ചെയ്താൽ അതിന്റെ ആൻസർ 0 എന്നുള്ളതായിരിക്കും. സോ ബാക്കിയുള്ളത് അഥവാ 0 പ്ലസ് 1 ചെയ്താൽ നമുക്ക് 1 കിട്ടും. 1 പ്ലസ് 0 ഓൾസോ ഈസ് ഈക്വൽ ടു 1. നിങ്ങളത് ടേബിൾ വരച്ച് അവിടെ എഴുതി വെക്കട്ടോ. സെയിം ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത്. 0 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0, 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0, പിന്നെ 0 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1, 1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് അത് വെച്ചിട്ട് ആൻസറിലേക്ക് വരും. 1 പ്ലസ് 1 0 1 കിട്ടും, 0 പ്ലസ് 1 1 കിട്ടും, 0 പ്ലസ് 1 1, 0 പ്ലസ് 1 1 1 0 1, 1 പ്ലസ് 0 again 1, 0 പ്ലസ് 1 again 1, 1 പ്ലസ് 0 1. സോ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. അഥവാ എക്സിന്റെ വാല്യൂ എന്നുള്ളത് ഈ ഒരു രീതിയിലുള്ള നമ്പർ ആയിരിക്കണം എക്സിന് കിട്ടുക എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മളോട് കാണാൻ ചോദിച്ചിട്ടുള്ളത് പി ആൻഡ് ക്യൂ അഥവാ വൈന്റെ വാല്യൂ ആണ്. വൈ മീൻസ് പി ആൻഡ് ക്യൂ എന്നുള്ളതാണ്. സോ അതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 0 ഇൻറ്റു 0 0 ആണ്, 1 ഇൻറ്റു 0യും 0 ആണ്, 0 ഇൻറ്റു 1 0 ആണ്, 1 ഇൻറ്റു 1 മാത്രമേ 1 വാല്യൂ കിട്ടാറുള്ളൂ. ഓക്കെ, 1 ഇൻറ്റു 1 മാത്രമേ 1 വാല്യൂ കിട്ടുള്ളൂ. സോ ബേസിക് മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ തന്നെയാണ് അവിടെ ഉള്ളത്. 0 വരുന്ന എല്ലാ വാല്യൂസും അല്ലെങ്കിൽ 0 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിന്റെയും ആൻസർ എന്നുള്ളത് 0 ആണ്. 1 ഇൻറ്റു 1 മാത്രമാണ് 1 എന്നുള്ള വാല്യൂ നമുക്ക് തരാറുള്ളത്. സോ അത് നമുക്ക് ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ ചെയ്യാം കേട്ടോ. P is equal to P is equal to 1 0 1 1 0 0 0 1 into then Q is equal to 0 1 0 0 1 1 1 0. Okay, so 1 into 0 നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷനിൽ 1 into 0 0 തന്നെയാണ്. ഇത് ഡയറക്റ്റ് ഇങ്ങനെ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ്ടു കേട്ടോ. നമ്മൾ മറ്റേ സാധാരണ രീതിയിലുള്ള മാത്തമാറ്റിക്സിലെ മൾട്ടിപ്ലിക്കേഷൻ പോലെ ഒരു ടേം എടുത്ത് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങനെയല്ല. 1 into 0 again we got 0, 0 into 1 is also 0, 0 into 1 0, 1 into 0 0, 1 into 0 0, 0 into 1 0, 1 into 0 0, and this is the answer. ഓക്കെ, സോ വൈന്റെ വാല്യൂ എന്നുള്ളത് കംപ്ലീറ്റ് 0 എന്ന് കിട്ടി, എക്സിന്റെ വാല്യൂ എന്നുള്ളത് കംപ്ലീറ്റ് 1 ആണെന്ന് കിട്ടി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ എവരിബഡി? അഭിനവ്, ഫസീഹ, രവ്യ, ക്ലിയർ ആണോ? മനസ്സിലായോ? വിഷ്ണുമായ, ഇർഫാന? ഓക്കെ, താങ്ക് യു. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അത് അറ്റംപ്റ്റ് ചെയ്യട്ടോ. ഇതൊന്നും എന്താ പറയാ, ബേസിക് ആണ്. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. പിന്നെ അഡീഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത്, പി ഓർ ക്യൂ ആണ് അഡീഷൻ, പി ആൻഡ് ക്യൂ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പി ഓർ ക്യൂവിന്റെ കേസിൽ സെയിം 0 ആണ്, അഥവാ 0 പ്ലസ് 0 0 ആണ്, 1 പ്ലസ് 1 0 ആണ്. അല്ലാത്തതൊക്കെ 1 വാല്യൂ വരും. 0 പ്ലസ് 1 1 വരും, 1 പ്ലസ് 0 0 വരും. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ റൂൾ പോലെ തന്നെയാണ്. 0 ഇൻക്ലൂഡ് ആവുന്ന എല്ലാതും 0 ആണ്. 1 into 1 മാത്രമേ അവിടെ വാല്യൂ ഉള്ളൂ. സോ ആ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം.
സോ ഇതാണ് പി ഓർ ക്യൂ അല്ലെങ്കിൽ പി ആൻഡ് ക്യൂ എന്നുള്ള രീതിയിലൊക്കെ തരുന്ന ബൈനറി നമ്പേഴ്സിന് നമ്മൾ ഈ ഒരു രീതിയിലാണ് ആൻസറിലേക്ക് എത്തേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത് വേറെ ആരോ പേന യൂസ് ചെയ്യുന്നുണ്ടോ? സോ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഹെക്സാഡെസിമൽ വാല്യൂസ് ഒബ്റ്റെയിൻ when two hexadecimal digits b and c are added together? So b c എന്നുള്ള നമ്മൾ നേരത്തെ ഹെക്സാഡെസിമൽ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. എത്രയാണ് ഹെക്സാഡെസിമലിന്റെ ബേസ്? എത്രയാണ്? What is the base of hexadecimal? പറോ, തെറ്റണേ അങ്ങ് തെറ്റട്ടെ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? 16 ആണ് ഹെക്സാഡെസിമലിന്റെ വാല്യൂ എന്ന് പറഞ്ഞു. വെരി ഗുഡ് ഇർഫാന. സോ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 to 9 വരെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ആൻഡ് 10 എന്നുള്ള നമ്പറിന് നമ്മൾ എ എന്നുള്ള ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും. 11 ബി, 12 സി ആൻഡ് 13 ഡി, 14 ഇ. ഈ ഒരു രീതിയിലാണ് ഹെക്സാഡെസിമൽ വാല്യൂസ് വരുന്നത്. സോ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബി ആൻഡ് സി എന്നുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഹെക്സാഡെസിമൽ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ബി എത്രയാണ്? 11 ആണ്. ആൻഡ് സി എത്രയാണ്? 12 ആണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? 1 + 2 3 2 23. സോ ഈ 23 ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തരുത്. ഈ 23 എന്നുള്ള ആ ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇത് ബേസിക്കലി ഇത് ഡെസിമൽ നമ്പറാണ്. സോ 23 നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മൾ 16 വെച്ച് നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബൈനറി ഒക്കെ എടുക്കുമ്പോൾ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്ത പോലെ തന്നെ 16 വെച്ച് ഫാക്ടറൈസ് ചെയ്യും. സോ ഇതിലാകെ ഒരു തവണ മാത്രമേ പോകുള്ളൂ, 1 തവണ മാത്രമേ പോകുള്ളൂ. നമുക്ക് എത്ര റിമൈൻഡർ വരും? ശിഷ്ടം 7 വരും. സോ പിന്നെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ അവിടെ ഓപ്പറേഷൻ ഇല്ല. വേണ്ടി നമുക്ക് 16 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. സോ അതോടെ തീർന്നു. ആ കിട്ടിയിരിക്കുന്ന രണ്ട് സംഖ്യ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഈ ഒരു ഡയറക്ഷനിൽ എടുത്ത് എഴുതുക. സോ 1 ആദ്യം വരും, 17 വരും. സോ ബേസ് ആയിട്ടുണ്ടായിരുന്ന 16 നമ്മൾ എടുത്ത് എഴുതുക. സോ 17 ബേസ് 16 ആണ് ഇതിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ എന്നുള്ളത്. ഓക്കെ, സോ ചോദ്യം നോക്കുക. ബിയും സിയും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ബിന്റെ വാല്യൂ എന്നുള്ളത് 11 ആണ്, സിന്റെ വാല്യൂ എന്നുള്ളത് 12 ആണ്. സോ നമുക്കത് കിട്ടി. അപ്പൊ കിട്ടിയാൽ നമ്മൾ അതിനെ കൂട്ടിയെടുക്കുക. രണ്ടിനും കൂട്ടിയെടുത്ത വാല്യൂ ആണല്ലോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അതിനെ കൂട്ടുക ആൻഡ് എന്ത് ചെയ്യണം? പിന്നെ അതിനെ 16 വെച്ച് ഫാക്ടറൈസ് ചെയ്യും. സോ 17 എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇതും എനിക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് രീതിയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ വരെ 17 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഏതെങ്കിലുമൊക്കെ ഏരിയ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടോ? ഹെക്സാഡെസിമൽ ഒന്നുകൂടി പറയാമോ? ഓക്കെ, ഹെക്സാഡെസിമൽ എന്നുള്ളത് 16 ഡിജിറ്റ്സ് ആണ് ഹെക്സാഡെസിമൽ ഉള്ളത്. സോ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്നത് 16 ഡിജിറ്റ്സ് ഉള്ള നമ്പർ സിസ്റ്റം ആണ് ഹെക്സാഡെസിമൽ എന്നുള്ളത്. സോ അതിലുള്ളത് 0 1 2 3 4 5 6 7 8 9 അതുവരെയുള്ള 10 അക്കങ്ങൾ. പിന്നുള്ളതാണ് 10 11 12 13 14 15. സോ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 10നെ ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചും, 11നെ ബി വെച്ചും, 12നെ സി വെച്ചും, 13നെ ഡി വെച്ചും, 14നെ ഇ വെച്ചും ആൻഡ് 15നെ എഫ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ നമുക്ക് നോക്കാം. ഒരു ഹെക്സാഡെസിമൽ സംഖ്യയെ ഡെസിമൽ ആക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനിവേ നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ നേരത്തെ ബൈനറി ഇക്വാലിറ്റി 2 0 2 1 ഒക്കെ എടുത്ത് ചെയ്തില്ലേ, അതുപോലെ 16 എടുത്ത് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അത് നേരെ 16 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് ഡെസിമൽ സംഖ്യയെ ഹെക്സാഡെസിമലിലേക്കും കിട്ടും. ഈ ഒരു കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്നുള്ളത് ബി ആൻഡ് സി എന്നുള്ള രണ്ട് ഹെക്സാഡെസിമൽ വാല്യൂസ് ഉണ്ട്. ഈ ഹെക്സാഡെസിമൽ വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു വാല്യൂവിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കണം, ബി ഈസ് ഈക്വൽ ടു 11
and C is equal to 12. And when they both are added together, we got the value 23. So ഈ 23 എന്നുള്ള ഈ ഒരു വാല്യൂവിന്റെ ഹെക്സാഡെസിമൽ ഫോം ആണ് നമ്മൾ കാണേണ്ടത്. സോ ബേസിക്കലി ദിസ് ഈസ് എ ഡെസിമൽ ഫോർമാറ്റിലാണ് ആ ഒരു നമ്പർ കടക്കുന്നത്. സോ നമ്മൾ അതിനെ 16 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? 116 16 കിട്ടും. പിന്നെ 216 32 ആണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ കഴിയും. സോ റിമൈൻഡർ ആയിട്ട് നമുക്ക് എന്ത് വരും? 7 വരും. സോ തന്നിരിക്കുന്ന കിട്ടിയിരിക്കുന്ന നമ്പർ നമ്മൾ നേരത്തെ ഡെസിമൽ ടു ബൈനറി ഒക്കെ കൺവേർഷൻസ് നടത്തിയപ്പോൾ മേലോട്ടേക്ക് എഴുതിയതുപോലെ തന്നെ ആദ്യം 1 എടുക്കുക, പിന്നെ 7 എടുക്കുക. ഇതാണ് ആൻസർ. ബേസ് 16 എഴുതി കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ആരും ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദിസ് ഈസ് സിമ്പിൾ. ഓക്കെ, ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇതിന്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വേർഷൻസ് ആണ് NTA ഹെക്സാഡെസിമലിന്റെ കേസിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. എന്നാലും എന്താണ്, കുറച്ചൊക്കെ ക്ഷമയുണ്ടെങ്കിൽ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. അതാണ് അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് ക്വസ്റ്റ്യന്റെ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ആർക്കും വേറെ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ? ക്ലിയർ ആണോ? വരുന്നത് മനസ്സിലായോ? സോ ഓക്കെ, താങ്ക് യു. ലെറ്റ്സ് വൈൻഡ് അപ്പ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ആൻഡ് ആ ഒരു രീതിയിലുള്ള കൺവേർഷൻസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം.